ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുന്നു. ശ്രീജിത്ത്, സംവാദത്തിലേക്ക് സ്വാഗതം. ശ്രീജിത്ത്, ഇന്ന് കോടതി ഈ കടുത്ത നടപടികളിലേക്ക് അന്തിമമായി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കടുത്ത നടപടികളിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് ഈ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശ്യമുണ്ടോ എന്ന രീതിയിലാണ് ഒരു ചോദ്യം എറിഞ്ഞത് കോടതി. ഇപ്പോൾ സമൻസ് മാത്രമേ കൊടുത്തുള്ളൂ, നോട്ടീസ് മാത്രമേ ഇഷ്യൂ ചെയ്തുള്ളൂ. പക്ഷേ കോടതി പോലും ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് സംശയിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അറസ്റ്റില്ല, പക്ഷേ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു പക്ഷേ ഈ വീണ തൈക്കണ്ടിയിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അതുകൂടിയല്ലേ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് ശ്രീജിത്ത്? തീർച്ചയായിട്ടും. കാരണം പുതുക്കിയ നിയമം അനുസരിച്ച് SFIOയ്ക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടിയുണ്ട്. മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് എനേബിൾഡ് ആയിട്ടുള്ള, എംപവേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ് SFIO. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏജൻസികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണം, നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ വിവിധ ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കണ്ടു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള വിശദീകരണമൊന്നും തന്നെ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് പലപ്പോഴും ROCയുടെ കമ്മ്യൂണിക്കേഷനുകൾ വഴി, അവരുടെ പല സർക്കുലറുകൾ, അല്ലെങ്കിൽ അവരുടെ ഈ കേന്ദ്ര മന്ത്രാലയം തന്നെ ഇറക്കിയിരിക്കുന്ന ചില ഡോക്യുമെന്റുകളൊക്കെ പ്രകാരം തന്നെ അന്വേഷണവുമായിട്ട് ഇവരാരും തന്നെ സഹകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷനാണ് പബ്ലിക് ഡൊമൈനിൽ അടക്കം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കോടതികൾ തന്നെ, അത് 2 സംസ്ഥാനങ്ങളിലുള്ള കോടതികളാണ്, ഹൈക്കോടതികളാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അന്വേഷണം നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ROC ബാംഗ്ലൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് CMRLന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ, KSADCയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്വേഷണം നടക്കുമ്പോൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ROC അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന മറുപടികളൊക്കെ തന്നെ വേഗ് അല്ലെങ്കിൽ ഇവേസീവ് എന്ന രീതിയിലാണ് അവർ കണ്ടിരുന്നത് തന്നെ. കൃത്യമായ രീതിയിലുള്ള മറുപടികളൊന്നും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല, പല കാര്യങ്ങൾക്കും വേണ്ടുന്ന രേഖകളൊന്നും തന്നെ സമർപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അപ്പോൾ വളരെ എംപവേർഡ് ആയിട്ടുള്ള ROC പോലെയുള്ള ഒരു ഏജൻസിക്ക്, കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് അവരാവശ്യപ്പെടുന്ന സമയത്തും വേണ്ട രേഖകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് എക്സാലോജിക് എന്ന കമ്പനി തയ്യാറായിട്ടില്ല എങ്കിൽ അതിനർത്ഥം അന്വേഷണവുമായിട്ട് അവർ പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. SFIയുടെ എൻക്വയറി വരുന്ന സമയത്ത് മറ്റൊരു എൻക്വയറി ഇവിടെ നടക്കുന്നത് കൊണ്ട് ഈ എൻക്വയറിയുടെ ആവശ്യമില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ പോലും ഈ ആദ്യം അവർ തന്നെ റെഫർ ചെയ്യുന്ന എൻക്വയറിയുമായിട്ട് അവർ എത്രത്തോളം സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷണം ഒരു അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടോ, അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടി വേണം എന്ന് പറയുമ്പോൾ പോലും ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നും KSADC കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും എക്സാലോജിക്ക് കൊടുത്തിരിക്കുന്ന പരാതിക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് 2 സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഈ 2 ആൾക്കാരും പറയുന്നത് അന്വേഷണത്തിനോട് സഹകരിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ്. അത് തന്നെയുമല്ല, എനിക്ക് തോന്നുന്നത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് KSADCയുടേതാണ്. കാരണം വീണ വിജയന്റേത് ഒരു സ്വകാര്യ സ്ഥാപനമാണ് എങ്കിൽ KSADC എന്ന് പറയുന്നത് പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കേരള സർക്കാരിന്റെ കൂടി ചുമതലയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 13.4% സ്റ്റേക്ക് CMRL ഉണ്ടായിരിക്കുകയും അവരുടെ തന്നെ ഒരു നോമിനേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളൊന്നും തന്നെ അവർ നടത്തിയതായിട്ട് അവർ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് 2 കൂട്ടരും ഇതുവരെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിരുന്നു. ആ സമയത്തൊക്കെ തന്നെ KSADC ഇവിടെ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാര്യവും പറയാനില്ല, കാരണം ഇത് ഞങ്ങളുടെ പർവ്യൂവിലുള്ള കാര്യമല്ല. ഈ CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലാണെങ്കിലും അവരുടെ മാനേജ്മെന്റിലാണെങ്കിലും അവരുടെ കൺട്രോൾ, നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഒരു ഇഷ്യൂവർ കമ്പനി എന്ന നിലയ്ക്കും ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയ്ക്കുമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് എൻഗേജ്മെന്റ് ആണിത്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒന്നും പറയാനില്ല എന്നാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള വിശദീകരണം ഷോൺ ജോർജിന്റെ പരാതിയിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ KSADC ഇവിടെ കൊടുത്തു. അത് ഡിഫെൻഡ് ചെയ്യുന്ന പല ഇടത് വക്താക്കളെ, ഇടതുപക്ഷത്തോട് സഹകരിച്ച് നടക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വാദങ്ങളൊന്നും തന്നെ കോടതിയിൽ വിലപ്പോയില്ല. കാരണം കോടതി തന്നെ വളരെ കൃത്യമായിട്ട് അവരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുത്താൽ, ഈ അന്വേഷണവുമായി സഹകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കോടതിയിൽ തന്നെ ഇവരൊരു പരാതി കൊടുക്കുന്ന സമയത്ത് KSADC പോലും മറച്ചു വെച്ചിരുന്ന
ഒരു ഇൻഫർമേഷനാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CMRL ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആരാഞ്ഞിട്ടുണ്ട് എന്നവർ പറയുകയാണ്. നമ്മൾ ഒരുപക്ഷെ ശ്രീ അനിൽ, താങ്കൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ചർച്ചയിൽ ഞാനത് മനോരമ പത്രത്തിനെ ഉദ്ധരിച്ച് പറഞ്ഞിരുന്നതാണ്. കാരണം മനോരമ പത്രത്തിൽ വന്നിരുന്ന ഒരു വാർത്ത, അവർ തന്നെ അവരുടെ ചീഫ് റിപ്പോർട്ടർ കൊടുത്തിരുന്ന ഒരു RTIയുടെ മറുപടിയായിട്ട് KSIDC കഴിഞ്ഞ ഒക്ടോബർ 27 കൊടുത്തിരുന്ന ഒരു മറുപടിയിൽ പറയുന്നത് CMRL ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം KSIDC ആരാഞ്ഞിട്ടുണ്ട് എന്നും അതിന് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും ആ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം KSIDC എടുത്തിട്ടില്ല എന്നുമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3.5-4 മാസത്തോളം ആയിട്ടുണ്ട്. ഈ സമയത്തും അവർ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് ഈ ജനുവരി മാസത്തിൽ ROCക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ ഈ ഒരു വിഷയത്തിനെ പറ്റി KSIDC മിണ്ടിയിട്ട് പോലുമില്ല. അതായത് കഴിഞ്ഞ ഒക്ടോബറിലെങ്കിലും അവരെ CMRL വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന ഭാഗത്തിനെ പറ്റി പൂർണ്ണമായും അവരവിടെ മൗനം പാലിക്കുകയാണ്. അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. പകരം അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അവരുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞങ്ങൾക്ക് ഇടപെടാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുമുണ്ട് എന്നതിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാവുമല്ലോ അവർ CMRL നേരത്തെ തന്നെ വിശദീകരണം ചോദിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ കോടതിയെ ധരിപ്പിക്കുന്നതിൽ പോലുമില്ല. അവിടെയും കുറെ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുകയാണ് എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് KSIDC അത് അംഗീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള നടപടിയാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടതി തന്നെ ഇവരോട് ആവശ്യപ്പെടുകയാണ്, ശരി, വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഹാജരാക്കുക എന്ന്. അപ്പൊ ഇത് ഹാജരാക്കുന്നതോടുകൂടി KSIDCയുടെ കോടതിയിൽ നേരത്തെ കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് അവിടെ തകർന്നു വീഴുകയാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ചോദിക്കാനില്ല, ഞങ്ങൾക്ക് ലിമിറ്റഡ് റൈറ്റ്സ് ആണ് എന്നൊക്കെ. അങ്ങനെ ലിമിറ്റഡ് റൈറ്റ്സ് ഉള്ള ഒരു സ്ഥാപനമായ ഞങ്ങളോട് ഞങ്ങൾക്ക് അറിയാത്ത ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുന്നു എന്ന രീതിയിൽ ഒരു ആരോപണം എന്ന കണക്കാണ് അവർ നേരത്തെ കോടതിയിൽ പറയുകയും ഈ എൻക്വയറി എല്ലാം തന്നെ SFIയുടേത് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും. അതിൽ തന്നെ അവർ പറയുന്നത് ഇതിലൊരു പൊതു താല്പര്യമില്ല എന്നും അത് ഒരു നോൺ സ്പീക്കിംഗ് ഓർഡർ ആണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ഉണ്ട് എന്നും അതുകൊണ്ട് ഈ നടപടികളെല്ലാം തന്നെ ക്വാഷ് ചെയ്യണം എന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ ഈ കോടതിയിലേക്ക് ഇനി 26 മറ്റുമാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ആ സമയത്തേക്ക് ഇവര് ഒരു അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതിക്ക് ചോദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എതിർഭാഗത്തിന് അവിടെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വിവരം ഇവർ നേരത്തെ മറച്ചു വെച്ചു എന്നും അത് ഹാജരാക്കിയില്ല എന്നും പകരം ഇവർക്ക് ഇത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അവകാശാധികാരങ്ങളും ഇല്ല എന്നും ഇവർ പറഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലാണ്. ഇവിടെ അവരാരെയോ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും തങ്ങളുടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് എന്നതിനെ മറച്ചു വെക്കാനായിട്ട് കോടതിയിൽ പോലും അവർ ശ്രമിച്ചു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, അതും അന്ന് നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്, കമ്പനീസ് ആക്ടിന്റെ തന്നെ 2 പ്രൊവിഷൻസ്, പ്രൊവിഷൻ 128 അനുസരിച്ച് ഒരു സ്ഥിരം ഡയറക്ടർ ഉള്ളപ്പോൾ ആ ഡയറക്ടർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള രേഖകളാണെങ്കിലും ഒക്കെ തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ പരിശോധിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഡയറക്ടർക്കുണ്ട്. അപ്പോൾ CMRLുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് ഒരു ആരോപണത്തിന്റെ അല്ല, കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് അവിടെ വരികയും അത് ഒരു ഫൈനാലിറ്റി എത്തുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്. കാരണം അത് അൺചാലഞ്ച്ഡ് ആയിട്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടാത്ത രീതിയിൽ ഇന്ന് വരെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരം ഡയറക്ടറുള്ള സ്ഥിതിക്ക് KSIDCക്ക് CMRL ഈ വിഷയത്തിൽ വിശദീകരണം ആരായാം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉൾപ്പെടെ അവരുടെ ഫൈനാൻഷ്യൽ ഡീൽസ് മുഴുവൻ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെയും അവരിങ്ങനെ റിപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റേ മിസ്റ്റർ ബീൻ വെയിറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താണോ എംപവേർഡ് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പൊതു താല്പര്യത്തിൽ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCLT എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്പനീസ് ലോ ട്രിബ്യൂണലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നത് അവരാണ്. അവിടെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാം. പരാതി നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള മാൽ പ്രാക്ടീസസ് നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കമ്പനിയിലുള്ള അധികാരം നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെ ആ കമ്പനിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പല നടപടികളിലേക്കും പോകാനായിട്ട് എംപവേർഡ് ആയിട്ടുള്ള ഒരു ട്രിബ്യൂണൽ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇത് ഒന്നും തന്നെ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നതിന് KSIDC തയ്യാറായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ടാവുകയും 13.4% സ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം അവർക്ക് ചെയ്യാൻ
എംപവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൽ ഒരു പങ്കാളിയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം തീർച്ചയായിട്ടും 100% സാധുതയുള്ളതാണ്. അതല്ല എന്ന് വാദിക്കുന്ന എല്ലാവരും എന്തുകൊണ്ടാണ് KSIDCയുടെ ഭാഗത്ത് നിന്ന് സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ ഇത്രയും വലിയ അലംഭാവം ഉണ്ടായത് എന്ന് വിശദീകരിക്കണം. കാരണം ഇന്ന് ഇവർ പറയുന്നത് ഞങ്ങളിത് കൊടുക്കുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി വരികയും ആ വിധിയെ തുടർന്ന് ഞങ്ങൾ വിശദീകരണം ആരാഞ്ഞു എന്നുമാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ROC KSIDCയോട് ചോദിക്കുന്ന സമയത്തും പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട്, അതിലിങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് ശ്രീ ഷോൺ ജോർജ് ചില പരാതികൾ നൽകിയിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കത്ത് അവിടെ വെക്കുന്നത്. ആ കത്ത് പോലും, അതായത് ഷോൺ ജോർജ് എന്തൊക്കെ പരാതികളാണോ പറഞ്ഞിരിക്കുന്നത് അതിന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് KSIDC മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ROC അവർക്ക് അയച്ചിരിക്കുന്ന ഷോൺ ജോർജിന്റെ കത്ത് അതുപോലും അവർ കോടതിയിൽ ആദ്യത്തെ ഘട്ടത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗത്തിന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ലഭ്യമായിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുകയും ചെയ്തത് KSIDC ആണ് എന്നതുകൊണ്ട് തന്നെ എത്തിക്സ് പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമായിട്ട് അവർ അധപ്പതിച്ചു എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. യെസ്, ശ്രീ ഹരിദാസ്, ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് ഇങ്ങനെ ഒരു അന്വേഷണം കളങ്കം വരുത്തും, ആ ആശങ്കയാണ് ഇന്ന് KSIDC ഹൈക്കോടതിയുടെ മുന്നിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുന്നിൽ അവരുടെ അഭിഭാഷകൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിശ്വാസ്യത ഈ സ്ഥാപനത്തിനുണ്ടോ ശ്രീ ഹരിദാസ്? ഇപ്പം നോക്കൂ, ഈ CMRL, അതുപോലെ എക്സാലോജിക്ക, പിന്നെ KSIDC, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണല്ലോ ഇത്. അപ്പം അന്ന് ഷോൺ തന്നെ പറയുകയുണ്ടായി, ഈ അന്വേഷണം വളരെ സുതാര്യവും സത്യസന്ധവുമായി പോവുകയാണെങ്കിൽ ഇതിൽ ആപ്പിലാകാൻ പോകുന്നത് KSIDC ആണെന്ന്. കാരണം അതൊരു കൊള്ള സങ്കേതമാണ്, അവിടെ നടക്കുന്ന എല്ലാം അവിഹിതമായിട്ടുള്ള എല്ലാ ഡീലിങ്സും ഈ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷയും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അന്ന് ഈ ചർച്ചയിൽ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന വിശ്വാസ്യതയൊക്കെ ഇവർക്കുണ്ടോ, ഈ സ്ഥാപനത്തിലുണ്ടോ? കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് താങ്കൾ ഈ പറയുന്ന വിശ്വാസ്യത ഉള്ളത്? മലബാർ സിമെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകവും അതിനോടനുബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ചെന്നെത്തിയിട്ട് പുറത്തു വന്ന വിവരങ്ങൾ നമുക്കറിയില്ലേ? അപ്പോൾ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനവും ഒരു കൊള്ളസങ്കേതമാണ്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൊള്ളസങ്കേതമാണ്. രാഷ്ട്രീയമായ പിന്തുണയോടുകൂടി ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവിടെ ഓരോ നികുതിദായകരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് ഈ ശ്രീ സതീഷിനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കൾ ഈ SFIയോട് അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്താൻ മാത്രമുള്ളൊരു തുകയാണോ 1,72,00,000 രൂപ? അങ്ങനെ ഒരാൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുമോ? എന്താ ഈ പറയണത്? 1,72,00,000 രൂപ ഓരോ CPM-കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ചായയും പരിപ്പോടെയും കഴിക്കുന്ന പൈസയാണ്. പക്ഷെ 1,600 രൂപ പെൻഷൻ കിട്ടാതെ, മരുന്ന് വാങ്ങാൻ പറ്റാതെ, ഇവിടെ റോഡ് കസാല ഇട്ടുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ആലോചിക്കുന്നുണ്ട്. അവരും അവരുടെ 5 സെന്റിന് നികുതി അടയ്ക്കുന്നത് കൊണ്ടല്ലേ ഈ 1,72,00,000 രൂപയിലെ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം എവിടെ നിന്ന് പുറപ്പെട്ടോ അതിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള കാരണം പോലും അതുകൊണ്ടല്ലേ? ഇവിടെ നികുതിദായകരുടെ പണമല്ലേ അത്? അപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു മാർക്സിസ്റ്റുകാരൻ്റെ വീക്ഷണത്തിൽ ശരിയാണെങ്കിലും ഒരു അഭിഭാഷകന്റെ വീക്ഷണത്തിൽ ഈ 1,72,00,000 രൂപ ഇത്ര വലിയ തുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്തു SFIയോട് അന്വേഷണം അങ്ങനാണെങ്കിൽ ഈ 1,72,00,000 രൂപ മാത്രമേ ഇതിന് സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കണക്ക് അതങ്ങനെയാണ് സംസാരിച്ചത്. സതീഷിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ 1,72,00,000 രൂപ ഈ പിന്നെ സേവനമൊന്നും നൽകാതെ വാങ്ങിയ ഇത് അതിനെ സീരിയസ് ഫ്രോഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. അത് ഉള്ളിലുണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ യെസ്, ഹരിദാസ് തുടരാം. ശരി, എന്നാൽ അത് ഞാൻ തീർത്ത് തരികയാണ്. ഈ സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്ന ആ ഫ്രോഡ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഒരു ഇത് ഉണ്ടോ എന്നുള്ളൊരു സംശയം താങ്കളുടെ ഒരു പക്ഷേ ധ്വനിയിൽ നിന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ അത് അതേ ലാഘവത്തോടു കൂടി കാണുക. അല്ലെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന ഓരോ മാർക്സിസ്റ്റുകാരും അല്ലെങ്കിൽ ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും മനസ്സിലാക്കുക 1,72,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലെങ്കിലും സാധാരണക്കാരന് അതിലത്തെ പൂജ്യങ്ങളുടെ എണ്ണം എടുക്കാൻ അറിയാത്ത പാവങ്ങളിൽ നിന്ന് നികുതിയായി
കരുതിയിരിക്കുന്ന തുകയൊക്കെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ കാണിച്ച് പുറത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. പൊതുമേഖല ഇന്ന് ഞാൻ പങ്കെടുത്ത മറ്റൊരു ചർച്ചയിൽ ഈ ഷോൺ ജോർജും ഫോണിൽ വന്നിട്ട് ഈ മറ്റേ KSIDCയിലെ 4 ഉദ്യോഗസ്ഥരെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ 4 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഒരു അഭിഭാഷകനെ കേരള ഹൈക്കോടതിയിലേക്ക് പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ KSIDCയിലൂടെ നടക്കുന്ന വൻ കൊള്ള, അത് ശ്രീ സതീഷ് 1,72,00,000 രൂപയുടെ അല്ല, ഈ കരിമണൽ എന്ന് പറയുന്ന ഈ നമ്മുടെ അത്രയും കേരളത്തിനെ പ്രകൃതി തന്നിട്ടുള്ള ഒരു അപൂർവ സമ്പത്തിനെ കൊള്ളയടിക്കുന്നതിൻ്റെ വലിയ കണക്കുകൾ പുറത്തു വരാനുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, ഇവരിപ്പോൾ ഈ പറഞ്ഞതിലൊന്നും വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ, അതായത് കരുവന്നൂരിൽ നടന്ന ഒരു 400 കോടി രൂപയുടെ തട്ടിപ്പ്, പാവപ്പെട്ടവൻ്റെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ പോലും ഈ CPM-ൻ്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് കൊള്ളയടിച്ച കേസ് മറ്റേ ED അന്വേഷിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ. അതിന് കൊടുത്തിട്ടുള്ള വക്കീൽ ഫീസ് അറിയോ? 70 ലക്ഷം രൂപ. അതിൻ്റെ പൂർണ്ണത കൈവന്നു. കാരണം ആ കേസ് ഭംഗിയായിട്ട് കോടതി തള്ളിയിട്ട് പറഞ്ഞു EDക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഇവരെ ഒരു 20 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വീണ്ടും പോയി എന്തിനാ? ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കിട്ടാൻ. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് EDയോട് തിരിച്ചു ചോദിക്കാൻ കരുവന്നൂർ സൊസൈറ്റിക്ക് ആവില്ല. ആവശ്യമുള്ള രേഖകൾ EDയുടെ ഓഫീസിൽ വന്ന് പരിശോധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ടിട്ടുള്ള ഇത്തരം കളികളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താകുമെന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്കില്ല. ഇനി താങ്കൾ ഒരു കാര്യം കൂടി എനിക്ക് ശ്രീ സതീഷിനോട് പറയാണ്ട്, നമ്പി നാരായണൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകങ്ങളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് EDയും SFIOയും. ഇനിയും അത് താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥവ്യത്യാസമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് കേന്ദ്രം ആരാണ് ഭരിക്കുന്നത്, അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന്. സാർ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ സാർ, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ആ ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് എന്തോ ദുബായിൽ എന്തൊക്കെയോ വൻകിട ബിസിനസ്സും കാര്യങ്ങളും, അതിന് പണം ഇവിടെ നിന്നാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ സഖാക്കൾ അവരെ കൈവാരി തേച്ചത്? അത് ഈ കേന്ദ്ര അന്വേഷണത്തിൻ്റെ പേരിലാണോ അത്തരത്തിലൊരു കരിവാരിത്തേക്കൽ വന്നത്? ഇനി ഇതവിടെ നിൽക്കട്ടെ, താങ്കളോട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയോ ജീവിച്ചിരിക്കുന്ന കരുണാകരൻ്റെയോ മക്കൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഇത്രയും ശാന്തമായിട്ട് താങ്കൾക്ക് ഈ വിഷയത്തെ ഇത്രയും ചെറിയ തുകയാണെന്ന് പറഞ്ഞിട്ട് ലാഘവബുദ്ധിയോടുകൂടി കാണാൻ പറ്റുമോ? അപ്പോൾ രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ട് സാർ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലുള്ള കേന്ദ്രം ഭരിക്കുന്നവരുടെ ചട്ടുകങ്ങളാവുന്ന പ്രശ്നത്തിൽ ഈ കേരള പോലീസിനെ നിയന്ത്രിക്കാനോ കേരളത്തിലെ എക്സൈസുകാരെ നിയന്ത്രിക്കാനോ കേന്ദ്ര സർക്കാരിനാവുമോ സാർ? ഇല്ല. ചാലക്കുടിയിൽ ഒരു സ്ത്രീയെ ഇത്തരത്തിലെ എന്താണ് പറയേണ്ടത്, ലഹരി മരുന്ന് വിറ്റു എന്ന് പറഞ്ഞിട്ട്, ലഹരി സ്റ്റാമ്പുകൾ വിറ്റു എന്ന് പറഞ്ഞിട്ട് 60 ദിവസം ജയിലിട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധം കൊണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളോ അല്ല സാർ. ഇവിടുത്തെ കേരള പോലീസിന് പറ്റിയൊരു പാളിച്ച കൊണ്ട് പാവപ്പെട്ടൊരു സ്ത്രീ 60 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് സാർ. ഉറങ്ങിക്കിടന്നൊരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവനെ വരാപ്പുഴയിൽ നിന്ന് ഇടിച്ച് ചവിട്ടി കൊന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പോലീസല്ല സാർ, കേരളത്തിൻ്റെ പോലീസാണ് സാർ. താങ്കൾ മറ്റൊന്നും കൂടി മനസ്സിലാക്കുക സാർ, ഒരു നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു ആഭാസ യാത്ര നടത്തിക്കൊണ്ട് അതിൽ പ്രതിഷേധിക്കാനുള്ള പൗരൻ്റെ അവകാശം കൃത്യമായിട്ട് ഉപയോഗിച്ച കോൺഗ്രസ്സുകാരെ ഹെൽമറ്റ് കൊണ്ടടിച്ചും കല്ലുകൊണ്ടടിക്കുന്നതിനും ഇന്ന് വരെ കേസെടുക്കുകയോ ആ കേസ് മുൻപോട്ട് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാതെ ഒരു പാവപ്പെട്ട വികലാംഗനെ വരെ തല്ലിച്ചതച്ചു. ആ കേസിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഗൺമാനോട് ഹാജരാവാൻ വന്നിട്ട് നാളെ ഇതുവരെ ഹാജരായിട്ടില്ല സാർ. സാർ ഇതൊക്കെ കാണുന്നില്ലേ സാർ? അപ്പോൾ ഭരിക്കുന്നവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ പോലും മുൻപോട്ട് പോകുന്നത് എന്ന് വരികിൽ ഈ 1,72,00,000 രൂപയുടെ കേസ് മനഃപൂർവ്വം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല സാർ. വിഴുങ്ങാൻ പറ്റുന്ന തോതിലല്ലുള്ള ഒരു കാര്യമല്ല നിങ്ങൾ പറയുന്നത്. അത് നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല സാർ. ഇതിനെ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ ആദ്യം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ് ചെരങ്ങ് നുള്ളി സമുദ്രമാക്കിയത് ഈ പാർട്ടി തന്നെയാണ്. പാർട്ടിക്ക് കൃത്യമായിട്ട് ഈ പ്രശ്നം തുടക്കത്തിലെ നുള്ളി അവസാനിപ്പിക്കാമായിരുന്നു. നിലാവുണ്ട് എന്ന് കരുതിയിട്ട് ഒരാളും വെളുക്കുവോളം കക്കരുത്. ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്ന് കരുതിയിട്ട് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും തെറ്റ് ചെയ്തവരാരായാലും എല്ലാ കാലത്തും ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ളൊരു നാടാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. അത്തരത്തിലുള്ളൊരു രാജ്യത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ചോദ്യം വരുമെന്നും അതിന് മറുപടി പറയേണ്ടി വരുമെന്നും കൃത്യമായിട്ടൊരു ബോധമുണ്ടായിരുന്നു സാർ. ഈ GSTയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ
2 GST വന്നു. സാർ എങ്ങനെയാണ് സാർ ഒരു കരാറിൻ്റെ പുറത്ത് GST അടയ്ക്കുക? ഇനി ഞാൻ സാറിനോട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. വീണ വിജയൻ തുടങ്ങിയിട്ടുള്ള ഈ കമ്പനിയുടെ പേരിൽ അവർ പ്രതിമാസം 5 ലക്ഷം രൂപ സേവനം നൽകാതെയോ സേവനം നൽകിയിട്ടോ വാങ്ങി എന്ന് പറയുന്നു. 3 ലക്ഷം രൂപ അവരുടെ കമ്പനിയുടെ പേരിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നു. MK ഹരിദാസ് കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ്. ആ ഇൻകം ടാക്സ് അടയ്ക്കുന്ന എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ മെൻഡർ ഒരു ഗസ്റ്റ് ഹൗസ് പണിയുന്നതിൻ്റെ പേരിൽ അതിൻ്റെ മേൽനോട്ടം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹം ബാംഗ്ലൂരിൽ ഇരുന്നു കൊണ്ട് കുറച്ച് പണം അയച്ചു 2009. ആ പണത്തിൻ്റെ കണക്ക് ഞാൻ എൻ്റെ ഇൻകം ടാക്സ് അസസ്മെൻറ്റിൽ കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് 20 പ്രാവശ്യം എന്നെ നടത്തിയ ഇൻകം ടാക്സ് ഈ കൊച്ചി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഈ വീണ വിജയൻ എന്ന് പറയുന്ന അവർക്ക് ഈ 5 ലക്ഷം രൂപ പ്രതിമാസം കിട്ടിയതിൻ്റെ ആ ഇൻകം, അതായത് 60 ലക്ഷം രൂപ അവരവരുടെ IT റിട്ടേണിൽ കാണിച്ചിട്ടുണ്ടോ സാർ? ചോദിച്ചപ്പോൾ പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ വിവരം തരാൻ കൂട്ടാക്കിയിട്ടില്ല. കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് 36 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇൻകം ടാക്സ് മറ്റേ അസസ്മെന്റിലെ ആ 36 ലക്ഷം രൂപയുടെ കണക്ക് കാണിച്ചിട്ടുണ്ടോ സാർ? ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ. കേവലം 1,72,00,000 രൂപ വീണ വിജയൻ സേവനം നൽകിയിട്ടോ നൽകാതെയോ കൊടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അത് കൊടുത്തിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ് സാർ പ്രശ്നം. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി എന്ന തോതിൽ അത്തരത്തിലൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യം കണ്ടെത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സാർ. അല്ലെങ്കിൽ നാളെ ഇവിടെ അധികാരത്തിലിരുന്ന ഓരോ മുഖ്യമന്ത്രിമാരുടെ മക്കളും ഞാനോ അനിൽ നമ്പ്യാരോ താങ്കളോ ജീവിച്ചിരിക്കില്ല. ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ചാൽ അതൊക്കെ സർവ്വദേശീയമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പ്രവണത നിലനിൽക്കാൻ ഈ ഒരു സംഭവം കാരണമാകുമെങ്കിൽ അതിന് തടയിടേണ്ടത് ആവശ്യമാണ്. അതിന് അന്വേഷണം വേണം. ആ അന്വേഷണം ഏതായാലും ഞങ്ങൾ അതിനെ എതിർക്കില്ല, ഞങ്ങൾ തടയില്ല എന്ന് പറഞ്ഞവർ തന്നെ 2 കോടതികളിൽ പോയിക്കൊണ്ട് ഒരു കോടതിയിൽ പോകാൻ ഞങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ വികാരഭരിതമായിട്ട് ഇത്തരം ചാനൽ ചർച്ചകളിലെ കേരളത്തിൽ ഒരു 10% ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറഞ്ഞുകൊണ്ട് താങ്കൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ താങ്കൾ ഉള്ളത് കൊണ്ടാണ് താങ്കളെ പറയുന്നത്. താങ്കൾ ഇതിൽ യാതൊരു പങ്കുള്ള ഒരു വ്യക്തിയല്ലെന്നും താങ്കൾ വളരെയധികം നല്ലവനായ ഒരു വ്യക്തിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ അനിൽ നമ്പ്യാരോടൊക്കെ ചോദിക്കും ആരാണ്. ഇപ്പോൾ CPM ഒരാൾ, ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പങ്കെടുത്തത് ജനം ചർച്ചയിലല്ല, വേറെ ചാനലിലാണ്. അവിടെ CPM-ന്റെ പ്രതിനിധി ആയിരുന്നില്ല, വേറെ ഇതുവരെ ഇടതുപക്ഷ നിരീക്ഷകനായിരുന്നു. അദ്ദേഹമാണ് ഈ വീണ വിജയൻ എന്ന് പറയുന്നതിന് അങ്ങേയറ്റം രോഷം കൊണ്ട കാര്യം ഞാനിവിടെ പറയേണ്ടി വന്നത്. അപ്പോൾ വീണ വിജയൻ എന്ന ആ ഒരു പദപ്രയോഗത്തിനൊക്കെ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു കാര്യത്തിന് നിസ്സാരവൽക്കരിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത് ശ്രീ സതീഷ്. അല്ല, പിണറായിയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകർ. ഇപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിലൊക്കെ വിശദീകരണം നൽകി എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ. പക്ഷെ ഒരാൾക്കും എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടുമില്ല. മാത്രമല്ല, ശ്രീ ഹരിദാസ്, ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഈ KSIDCയുടെ കാര്യം പറഞ്ഞല്ലോ. കൊച്ചിയിലുള്ള, എറണാകുളത്തുള്ള CPM നേതാക്കന്മാർ പറയുന്നത് ഏറ്റവും വലിയ കള്ളൻ കൊച്ചിയിലുള്ള ഞാൻ പറയുന്നില്ല, അതിനിപ്പോൾ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ തെളിയും. അതിനുള്ള എല്ലാ തെളിവുകളും അവരുടെ പക്കലുണ്ട്, ആ കൊച്ചിയിലുള്ള നേതാക്കന്മാരുടെ പക്കലുണ്ട്. ഇതിപ്പോൾ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് കോൺഗ്രസ് എന്നോ BJP എന്നൊന്നും അല്ല, CPM-ലുള്ള ഉന്നതർ തന്നെ എല്ലാ വിവരങ്ങളുമായിട്ട് ഇതുവരെ കേൾക്കാത്ത വാർത്തകൾ പോലും അവർ കൃത്യമായിട്ട് അങ്ങനെയാണെങ്കിൽ അനിൽ നമ്പ്യാർ ഒരു മിനിറ്റ് എനിക്ക് തരണം. ഈ കേസ് SFI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളത് ആരാണ് അനിൽ നമ്പ്യാർ? ശ്രീ ഷോൺ ജോർജിന്റെ പാർട്ട്ണർ ആളാണ് സാർ. ഈ പാർട്ട്ണർക്ക് കിട്ടാതെ പോയ ഒരു നീതി ഇപ്പോൾ വീണ വിജയന് കൊടുക്കാൻ ഈ പാർട്ടി ശ്രമിക്കുമ്പോൾ ഷോൺ ജോർജ് ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ അതിനെ 100% നിഷേധിക്കുക മാത്രമല്ല, ഒരു ഫ്ലോർ ചർച്ചയിൽ മറ്റൊരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വ്യക്തി അറിയാതെയാണ് ഈ കേസ് തന്നെ പ്രിപ്പയർ ചെയ്തത്, കൊടുത്തതിന് ശേഷമാണ്. അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. അപ്പം ഇന്ന് ഈ കേസ് കത്തിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാർ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ഹരിദാസിനെ പോലുള്ള നിഷ്പക്ഷരായ ആൾക്കാരോ അല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും മൂടി വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് കൃത്യമായി അറിയുന്ന അവരാണ് നിങ്ങൾ ചാനലുകൾക്കും വിവരം നൽകുന്നത്. എന്നെ പോലുള്ളവരോട് സംവദിക്കുന്നതും അത്തരക്കാരാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്ലീസ്. യെസ്, ഇൻഫർമേഷൻ്റെ എന്താ പറയേണ്ട വെള്ളപ്പൊക്കമാണ് പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിൽ നിന്നും. അഡ്വക്കേറ്റ് സതീഷ്, കേന്ദ്ര അന്വേഷണം നടക്കുന്നത് KSIDCക്ക് നല്ലതല്ലേ എന്നാണ് ഇന്ന്
ഹൈക്കോടതി ചോദിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്തയേ വേണ്ട എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഈ സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ സ്വതന്ത്ര ഡയറക്ടർമാരുൾപ്പെട്ട കമ്പനിയിലേക്കും അന്വേഷണം നീണ്ടു. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പരിധി ഇതായിരിക്കണം എന്ന് ശാഠ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുറേ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ KSIDCക്ക് കഴിയുന്നില്ല, എക്സാലോജിക്കിന് കഴിയുന്നില്ല, CMRLനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തുണിയില്ലാത്ത അവസ്ഥയിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. പ്രൊഫസർ റോണി അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ഒരു പ്രെയർ ആയിരിക്കേണ്ടത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ നടത്തേണ്ടത്. അല്ല, ഞാൻ എല്ലാം പേർ പറഞ്ഞു ഇപ്പം ഒരു ഇലക്ഷന് മുമ്പേ അങ്ങനെ ഒരു പ്രയർ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? കിട്ടൂല, അത് സ്വാഭാവികമാണ്. പിന്നെ അന്വേഷണം ഫാസ്റ്റ് ആക്കണം, അങ്ങനെ പറയാലോ. അല്ല, ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയാലോ. അല്ല, ഞാനൊരു കാര്യം പറ്റേ, അങ്ങനെ ഒരു ഫാസ്റ്റ് ആക്കി ഇത് വരുമെന്ന് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ലാന്നേ, അതൊന്നുമില്ല. അത് വന്ന് എപ്പോഴും നിൽക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് സതീഷേ, അതായത് ഇവർക്ക് പറയാം, അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ചില കോടതിയിലെ ചില വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങൾ ഇതിലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഞങ്ങളുടെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഞങ്ങളെയൊക്കെ കുറ്റവിമുക്തരാക്കണം. അങ്ങനെ ഒരു പ്രെയർ കോടതിയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ കോടതി പറയില്ലേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ കർണാടക കോടതിയിൽ ഈ കേസ് കോഷ് ചെയ്യുന്നത് എന്തിനാണ് കോഷ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അന്വേഷണം നടത്തുന്നത് ഒരു കോടതി അന്വേഷണം നടത്താതെ ഇതൊന്നും കോഷ് ചെയ്യില്ലാന്ന്. അല്ല, ഞാൻ ഉണ്ട് ഈ പാവപ്പെട്ട കുൽക്കർണിയുടെ കീശ വീർപ്പിക്കാന്നല്ലാതെ അങ്ങനെ വേറെ ഒരു പ്രയോജനവും ഇല്ലാതെ. അല്ല, നമ്മളിപ്പം ആ അന്വേഷണത്തിന് എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കല്ലേ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീണ വിജയൻ കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഇപ്പം വീണ വിജയൻ്റെ ഇതിലാണ് പോയിക്കുന്നത്. ഇപ്പോഴത്തെ മാത്രം നമ്മൾ KSIDC പോലെ ഇപ്പം നമ്മളെ ശ്രീജിത്ത് മണിക്കർ പറഞ്ഞാൽ, ശ്രീജിത്ത് മണിക്കർ നമുക്കെന്ന് പറയുന്നത് അതിൻ്റെ ഓഹരി എത്രയാണ്? 13.4 അല്ലെങ്കിൽ 7 ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി കൂടുതൽ കിടക്കുന്ന ആക്കാണ്, ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പം ഇദ്ദേഹം നമ്മൾ കമ്പനി ആക്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കയറി അങ്ങനെ പരിശോധിക്കാം. എവിടെയെങ്കിലും നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സഹകരണ സംഘങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രസിഡൻറ്റ് സെക്രട്ടറിയാണ് അതിൻ്റെ മെയിൻ കാര്യം. പക്ഷേ ബോർഡ് മെമ്പേഴ്സ് എത്ര പേര് കയറി അവിടെ എന്തെല്ലാം നടക്കണമെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ലെന്നേ. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നിയമം വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം അല്ലെ ഇതെല്ലാം പെടും. അത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രവർത്തിക്കുന്നത് കമ്പനീസ് ആക്ടിലാണോ? അതെ, ഏത് സഹകരണ സംഘങ്ങൾ ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിയമത്തിൽ ഡയറക്ടറെ എംപവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഡയറക്ടർ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഉദാഹരണം അങ്ങ് പറഞ്ഞ് സ്വയം അപഹാസ്യനാകരുതെന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാൻ. അല്ല സീത, ഞാൻ ഇത് ഉദാഹരണം അങ്ങനെ ഒരു ഡയറക്ടർ ബോർഡ് ഇപ്പോൾ 13.4% അല്ലെങ്കിൽ 7% ഉള്ള ഒരു ഡയറക്ടർ ബോർഡ് അവിടെ ചെന്നിട്ട് എൻ്റെ കണക്കുകളെല്ലാം ദിവസമുള്ള കണക്ക് കാണിക്കാന്ന് അല്ലെങ്കിൽ അവിടെ പോവുകയും ശതമാനം നിയമത്തിൽ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അല്ല, നമ്മളൊരു വാദപ്രതിവാദത്തിനാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് പോയി എവിടെയെങ്കിലും ദിവസമുള്ള കണക്കുകൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല സാർ. ഇത് കാണുന്ന ആൾക്കാരുടെ കൂടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ശരിയാണ്, 13.4% മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് 13.4% ഉള്ളത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നിയമത്തിൽ ഒരു പെർമനന്റ് ഡയറക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിലെ 128 അനുസരിച്ചും 241 അനുസരിച്ചും അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നുണ്ടോ 13% ഉള്ളവർക്ക് പറ്റില്ല എന്ന്? അല്ല, ഞാനിത് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് പരിശോധിക്കുമെന്ന് നമ്മളൊരു ഇത് പറയാം. നമുക്ക് നിയമത്തിൽ പറയാനെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ടേഴ്സ് ഒന്നും അവിടെ പരിശോധിക്കില്ല. അത് നമ്മൾ ഇരിക്കട്ടെ. ഞാനിത് പറയുന്നത് അല്ല, ഞാനിത് പറഞ്ഞു ശ്രീജിത്ത്, അത് പറഞ്ഞുകൊണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതാണ് അതിന്റെ ഒരു റോഡിൽ പോകണമെന്ന് അല്ലല്ല, നിയമത്തിൽ പറയുന്നത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് റോഡിൽ പോകണമെന്ന്. ക്യാമറ വെച്ചിരിക്കുന്ന സമയത്ത് നിയമത്തിൽ എങ്ങനെ പറയും ഞാൻ ഫൈനൊന്നും അടയ്ക്കത്തില്ല എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ഞാനത് പറയുന്നത് അല്ല, എത്ര പേര് അങ്ങനെ പോകുന്നുണ്ട്.
അതിനൊരു ആർഗ്യുമെൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നത് അതൊന്നുമല്ല ആർഗ്യുമെൻ്റ്. ഇങ്ങനൊരു കേസ് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റേതായ ഈ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെ. ചിലപ്പം നമ്മൾ നിയമത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ കോടതികളിൽ പോയിരിക്കുന്നു പറയുന്നത് ഈ കേസ് വേണ്ടെന്നൊന്നും അല്ല പോണത്, 2 ഏജൻസി അന്വേഷിക്കല്ലേ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം SFIO പറയുന്നത്, ഈ SFIO ഒക്കെ അന്വേഷിക്കാനുള്ള കേസ് എന്ന് പറയുന്നത് നീരജ് മോഡി അങ്ങനെ കിങ്ഫിഷറിൻ്റെ ഇത് അങ്ങനത്തെ കേസുകൾ അതൊക്കെ അവരൊക്കെ ആ കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിദാസ് സാർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ്, എവിടെയാണ് അന്വേഷിച്ചിട്ടുണ്ട്? ചുമ്മാ ഒന്നും എവിടെയാണ് അന്വേഷിക്കുന്നത്? ഇതൊന്നും അന്വേഷിച്ചില്ല. അത് കമ്പനി ആക്ട് അല്ലേ, എത്ര പേരുണ്ട്? അപ്പോൾ അതൊന്നും അന്വേഷിക്കില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് പക്ക രാഷ്ട്രീയം തന്നെ. ഇത് എന്താണ് പിന്നെ ഒരു കാര്യം ഇത് പറയുന്നത്, കരിമൽ ഖനനത്തിന് വേണ്ടി വീണ വിജയന് കൊടുത്തു. ഞാനൊരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വീണ വിജയൻ വഴി മാത്രമേ ഈ പൈസ പറ്റുള്ളൂ? അങ്ങനെയല്ലല്ലോ. ഇന്ന് കർണാടക കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ വക്കീൽ എന്താണ് പറഞ്ഞത്? ഇത് മാത്രമല്ല, ഇത് രാഷ്ട്രീയക്കാർക്ക് നല്ലൊരു എമൗണ്ട് പോയിട്ടുണ്ട്. ഇതല്ല, അതിൽ ബഹുമാനപ്പെട്ട ടോണി സാറേ രമേശ് ചെന്നിത്തലയും അതുപോലെ അതാണ് പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ട് PV എന്താ പറഞ്ഞേ? ഇപ്പൊ എന്റെ പേര് ഇതാണ് PV എന്ന് എഴുതിക്കുന്നത്. പിണറായി വിജയൻ പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന്. അത് സമർത്ഥിക്കുമെന്നെ. PV വാങ്ങിച്ചിട്ടില്ല, ബാക്കിയുള്ളവർ വാങ്ങിച്ചിട്ടെന്ന് അവർ സമ്മതിച്ചല്ലോ. അപ്പൊ ഇത് എങ്ങനെ കൊടുത്തു? നേരത്തെ സഖാവ് ബാലം പറഞ്ഞ ഇത് കോൺഗ്രസ്സുകാരും കൊടുങ്ങും. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു വാങ്ങിയവരൊക്കെ ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കട്ടെ. അതാണ് പറയുന്നത്, എല്ലാരും കൊടുങ്ങും. അത് അല്ല, അങ്ങനെ മനസ്സിലായില്ല. അല്ല, സാറിന് ഭയം കാണൂല, ചില വാങ്ങിച്ചവർക്ക് ഭയം കാണും. അതിനകത്ത് പേര് പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ കൃത്യമായി അവിടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തത് ഏത് വഴിയാണ്? ഈ കരിമണൽ ഖനനത്തിന്റെ ഒത്താശ ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന്റെ കൊടുത്തത്. കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ മാധ്യമ സ്ഥാപനങ്ങൾ കിട്ടിയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർ വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, എനിക്ക് കിട്ടിയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. ഇങ്ങനെ തുറന്നു പറയാനുള്ള ആർജവം എത്ര മാധ്യമ പ്രവർത്തകർക്കുണ്ട്? അതുകൂടെ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. വാങ്ങിയിട്ടില്ലാത്തവർ കൈപോക്കുക. ഓക്കെ, അപ്പോൾ അഡ്വക്കേറ്റ് സതീഷും വാങ്ങിയിട്ടില്ല. സേഫാണ്. പിന്നെ അല്ല, 100% സേഫ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്നത് അവിടെ കോടതി പോയപ്പോഴത്തേക്ക് അത് ആവട്ടെന്നേ. ഇപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഇതിൽ വേറെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ SFIക്ക് ഇദ്ദേഹം കർണാടക ഹൈക്കോടതി എന്ന് പറഞ്ഞ എന്താ, എല്ലാ രേഖകളും കൊടുക്കൂ SFIക്ക് കൊടുത്താ പോരെ സാർ? ലക്ഷക്കണക്കിന് ഫീസ് കൊടുത്ത് അഭിഭാഷകരുടെ, സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ പോക്കറ്റ് നിറക്കുന്നതിന് പകരം രേഖകൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് അന്വേഷണം നടത്തിക്കോ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഈ നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. സത്യം പറയാലോ, ഉപ്പ് തിന്നവും വെള്ളം കുടിക്കട്ടെ. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. വിശദീകരണം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും കൃത്യമായിട്ടറിയാം ഈ PVയും അതുപോലെ മകളും ഇതിലെന്തൊക്കെയോ തരികിടകളോ ഒപ്പിച്ചിട്ടുണ്ടോ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ന്യായീകരിച്ചിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല അഡ്വക്കേറ്റ് സതീഷ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഇത് കൊടുക്കൂല എന്ന് ആരെങ്കിലും വീണ എക്സാലിക്കുക അല്ലെങ്കിൽ വീണയോ അല്ലെങ്കിൽ വേറെ അതല്ല ഞാൻ പറഞ്ഞു. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഈ അന്വേഷണ ഏജൻസിക്ക് ഒരു പ്രത്യേക പവർ ഉണ്ടെന്ന്. UPA പോലുള്ള നോൺ വേരിയബിൾ ഒഫൻസ് ഇട്ട് ഇവരെ അകത്താക്കാന്നേ. നോൺ വേരിയബിൾ ഒഫൻസ് UAPയുടെ കേസ് പറഞ്ഞ പോലെയാണ് പറയുന്നത്. UAPയെ പോലെ ഈ പേടി ശ്രീജിത്തെ, UAPയെ പോലെ അത് പിടിച്ച് അകത്താക്കിയാൽ ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞാലേ മോൾ ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ്
പല്ലും നഖവും ഉപയോഗിച്ച് ഈ അന്വേഷണത്തെ നേരിടുന്നത്. ഇപ്പോൾ അല്ല, ഇപ്പൊ അല്ല, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പറയട്ടെ ശ്രീത്തെ. അല്ല നോക്കൂ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ CPM നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാതെ പലപ്പോഴും CPM അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ന്യായീകരിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ CPM എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷനാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇതിലെങ്ങും തന്നെ ഈ അന്വേഷണം റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അതല്ല അവരുടെ പ്രയർ എന്ന് താങ്കൾ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് കേരള ഹൈക്കോടതിയിൽ KSIDC കൊടുത്തിരിക്കുന്ന ഒരു അവരുടെ ആ പെറ്റീഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എക്സിബിറ്റുകളായിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്ന നമ്പർ ചെയ്തിരിക്കുന്ന എക്സിബിറ്റ് 8, എക്സിബിറ്റ് 12, എക്സിബിറ്റ് 14 ഈ 3 കാര്യങ്ങളും ഇല്ലീഗലാണ് എന്ന് കണ്ടുകൊണ്ട് ഈ 3 കാര്യങ്ങളെയും ക്വാഷ് ചെയ്യണം എന്നാണ് പറയുക. ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് വേണ്ട എന്നാണ്. ഇതിൽ എന്താണ് എക്സിബിറ്റ് 8? എക്സിബിറ്റ് 8 എന്ന് പറയുന്നത് ROC എൻക്വയറിയാണ്. ROC എൻക്വയറി പ്രഖ്യാപിച്ച് ഒരു 3-അംഗ ടീമിനെ അവിടെ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് എക്സിബിറ്റ് 8. അത് ക്വാഷ് ചെയ്യണം എന്ന് ഒന്നിലധികം തവണ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 എക്സിബിറ്റ് 14. എക്സിബിറ്റ് 14 എന്താണ്? SFIയുടെ എൻക്വയറി KSIDCക്ക് നേരെ വരുന്നു എന്നുള്ളതാണ്. അതിന്റെ നോട്ടീസാണ്. ആ നോട്ടീസും ക്വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്കൾ എന്താണ് ഈ ചർച്ചയിൽ പറഞ്ഞത്? അങ്ങനെ ക്വാഷ് ചെയ്യണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് 2 അന്വേഷണം നടക്കുന്നതിനാണ്. ഞാൻ പറഞ്ഞത് കർണാടക കോടതിയിൽ കൊടുത്തിട്ടുള്ള ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞത് 210 നിൽക്കുമ്പോഴത്തേക്ക് 212 അപ്ലൈ ചെയ്യലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെ ക്വാഷ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് കർണാടകത്തിലെ ഒരു വ്യക്തിയുടേതാണ്, അത് വിട്ടേക്കാം. കർണാടക കോടതിയാണ് പറഞ്ഞത്, ആ കേസാണ്. അങ്ങ് വീണ വിജയന്റെ കേസ് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറയുന്ന KSIDCയുടെ കാര്യത്തിൽ അങ്ങക്ക് താല്പര്യമില്ലേ? KSIDC ഈ 2 കേസും ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മളിവിടെ പറഞ്ഞിരുന്നത് എന്താണ്? ഈ 13.4% ഉള്ളൂ എന്ന് പറഞ്ഞതും ഡയറക്ടർ എല്ലാ കാര്യത്തിലും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞതും കേരളത്തിലെ കാര്യവും KSIDCയുടെ കാര്യമാണല്ലോ. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കേരളത്തിലെ KSIDCയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഈ KSIDC കോടതിയിൽ പോയി പറയുന്നത് ROC എൻക്വയറിയുടെ ഓർഡറും ക്വാഷ് ചെയ്യണം, SFIയുടെ എൻക്വയറിയും ക്വാഷ് ചെയ്യണം, പിന്നെ വേറെ ഏത് എൻക്വയറിയാണ് ഉള്ളത്? അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത് എന്തിന്? ആ ചോദ്യത്തിന് അങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. പകരം അങ്ങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അങ്ങ് ശ്രമിക്കുകയാണ്. അങ്ങ് പറയുകയാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. എക്സിബിറ്റ് 8 ഏതാണ്, എക്സിബിറ്റ് 14 ഏതാണ്? വളരെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ 2 എൻക്വയറിയാണ്. അത് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതും വേണ്ട ഇതും വേണ്ട എന്നാണ്. അല്ലാതെ ROC നടക്കുന്ന സമയത്ത് SFIO വേണ്ട എന്നുള്ളതല്ല. പകരം ഇവർ പറയാണ് വേണ്ട, രണ്ടും വേണ്ട എന്ന് പറയുകയാണ്. അതിനെന്താണ് അങ്ങയുടെ വിശദീകരണം എന്താണ്? അപ്പൊ അത് പറയുന്ന സമയത്ത് മകൾ അറസ്റ്റിലാകുമെന്നുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ ഈ അല്ല, ഉള്ളിലുള്ളത് പുറത്തു വന്നല്ലോ, വെളിച്ചാടിയല്ലോ. UAPA പോലെ മകളെ ഇനിയിപ്പോ അകത്തിട്ട് കഴിഞ്ഞാൽ 1 വർഷം കിടക്കേണ്ടി വരുമോ എന്നുള്ള ആദി. അല്ല ഉണ്ടെന്നേ, അതുകൊണ്ടല്ലേ കോടതി ചോദിച്ചത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിലേക്ക് കൊടുത്ത ക്യാപ്സൂൾ. ഇതാണ് ഘടകകക്ഷികളൊന്നല്ല, സ്വാഭാവികമായി ഒരു അഭിഭാഷക നിലയിൽ നമുക്കെല്ലാം മനസ്സിലാവുന്നതല്ലേ ആ ഒരു SFI എന്നുള്ള ഒരു ആക്ട്. ഇതിപ്പോൾ നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞല്ലേ, ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് SFI വരണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്? ഇല്ല. നമ്മളൊരു കമ്പനി ആക്ട് 2 കമ്പനികൾ തമ്മിലുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് കോടതിയിൽ കൊടുക്കും, അതിന്റെ കാര്യങ്ങൾ ചോദിക്കും. അത് തൃപ്തിയില്ലെങ്കിൽ നിയമ നടപടികളായിരിക്കും. അത്രയും നമ്മൾ കേട്ടിട്ടില്ല എന്നൊക്കെ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, SFI കേരളത്തിലോ എവിടെയെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയായിട്ട് ഒന്ന് ശ്രീജിത്ത് പണിക്കല്ലേ എനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ആദ്യമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഡിസ്പ്യൂട്ട്. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടാണ് അത് പ്രയോഗത്തിൽ വരുത്തുന്നത് എങ്കിൽ പോലും അത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമമാണ്. അത് ഈ കേസിൽ ഉപയോഗിക്കരുത്. നേരത്തെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നിയമത്തിനോ അതിനൊന്നല്ല എതിര് ഞാൻ പറയുന്നത്, അതൊന്നും അല്ല പറയുന്നത്. ഈ സീരിയസ് ഇപ്പം വരുന്ന ഈ SFI അങ്ങനെ ഒരു ഫ്രോഡൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു സീരിയസ് ഫ്രോഡ് ഉണ്ട് എന്ന് താങ്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? എനിക്ക് മനസ്സിലായിട്ടില്ല. അതെ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 14% നിക്ഷേപമുള്ള ഒരു കമ്പനി ഏതൊക്കെയോ ചില രാഷ്ട്രീയക്കാർക്ക്
ടാക്സ് എക്സംഷൻ കിട്ടാവുന്ന മാർഗങ്ങൾ മറികടന്നുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി പണം വീതിച്ചു കൊടുത്തിരിക്കുന്നു, ആരാധനാലയങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു, മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നു. ഈ പണം എന്ന് പറയുന്നതിന്റെ ഒരു ഓഹരി അവകാശപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ 14%-ഓളമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ആ തുക ഏതാണ്ട് 18 കോടിയോളം രൂപ വരും. അത് അവിടെ നിന്ന് പോയിരിക്കുന്നതിൽ ഒരു ഫ്രോഡ് താങ്കൾ കാണുന്നില്ലേ? ഇങ്ങനെ കുറെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിരിക്കുന്നതിൽ, സേവനമില്ലാതെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നതിൽ അതിൽ ഫ്രോഡ് താങ്കൾ കാണുന്നില്ല എന്ന് പറയുന്നത് എന്നെ അതിശയപ്പെടുത്തുകയാണ്. കാരണം താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ്. യെസ് എന്തായാലും ചർച്ചയുടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അകാരണമായ ഭയം, ആ ഭയത്തിന് ഒരു അടിസ്ഥാനം ഉണ്ട്. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ മതിയാവും. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.